വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മുട്ടിടി ചെമ്പാറ എന്ന് പറയുന്ന സ്ഥലം. തമിഴ്നാട്ടിലാണ് ഈ ഒരു പ്ലേസ് വരുന്നത് ഗായ്സ്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല രസമാണ്, പീസ്ഫുൾ ടൈമാണ് കേട്ടോ. ഈ ഒരു ഈവനിങ് സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. നല്ലൊരു കുരിശടിയുണ്ട്. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ടൈം, ഇവിടുത്തെ ആരാധന നടക്കുന്നതെല്ലാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുവാണെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഇവിടെ ആരാധനയുണ്ട്, പ്രാർത്ഥിക്കുന്ന സമയം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ടൈം ടേബിളിനകത്ത് ഈ ഒരു ഷെഡ്യൂൾസിനകത്തുണ്ട്. അപ്പം എന്താണ് പറയാനുള്ളത്? നമ്മൾ അറിയപ്പെടുന്നത് മുട്ടിടിച്ചൻ പള്ളി എന്നാണ്, പക്ഷേ അതിന്റെ ഹെഡിങ് ഒക്കെ വേറെയാണ്. ഞാൻ പറഞ്ഞത് സൂര്യ മിക്കൽ അതിതൂത്തർ ആലയം എന്നാണ് പറയണത്. ഇതിന് പല പേരുണ്ട്, ചേട്ടാ അത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് പ്രസിദ്ധമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ ചർച്ച് ഇതാണ്. മറ്റേ ഈ കർവ് രീതിക്ക് നിൽക്കണ്ട ഷിപ്പിന്റെ നടക്കും കേട്ടോ ഗൈസ്. ഇതാണ്, ഇവിടെയാണ് ഈ പറഞ്ഞ വെള്ളം ഉള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ പാറയിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഇതാണ് ഏറ്റവും മെയിൻ. ഗൈസ്, ഇപ്പം നിങ്ങളിത് കാണുന്നില്ലേ, ഇതിനകത്ത് ഫുള്ളും തിരക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അകത്തോട്ട് കയറാത്ത. പാറ എഴുതിക്കുന്നത്. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പേര്. ഇതാണ് കറക്റ്റ് സ്പോട്ട് കേട്ടോ. ഓക്കെ, ചെറിയ സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ക്ലിയർ ആയി. പിന്നെ നമുക്കും വെള്ളം എടുക്കാൻ എന്തായാലും നമ്മൾ വെള്ളം എടുക്കാൻ കാണിച്ചു തരാം. ഓക്കെ, നീ കുപ്പിയെടു. ഗൈസ്, ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് വെള്ളം അടിക്കുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു പാത്രം അവിടെ കുരുങ്ങി പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് വെള്ളം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. നമ്മൾ നോക്കി അത് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇതിനകത്ത് ക്യാമറ ഒക്കെ ശരിക്കും വെച്ചിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്തു. ഇതാ കണ്ടോ. ഗൈസ്, ഇത് ഈ കാണുന്നതാണ് ഈ ഒരു നീരുറവയെക്കുറിച്ച്, അത്ഭുത നീരുറവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. സോ ഇതിനകത്ത് 1752 എന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു വർഷകാലഘട്ടത്തിലാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത നമുക്ക് ഈ ഒരു പള്ളിയിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ. ഓക്കെ, പള്ളി ഇതാണ്. നമുക്ക് പള്ളിക്കകത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കഴിച്ചിട്ടുണ്ടോ? നമുക്കിവിടെ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഗൈസ്, ഇതും ഒരു ആരാധിക്കുന്ന ഒരു ഏരിയയാണ്. അതായത് ഇവിടെയും പണ്ടൊരു കാലഘട്ടത്തിൽ വെള്ളം വരുന്നൊരു സ്ഥലമായിരുന്നു. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ആരാധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അറിയുന്നവരൊക്കെ ഇവിടെ എന്തായാലും വരാതിരിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗൈസ്, ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ദൈവസഹായം എന്ന് പറയുന്ന ഒരാളുടെ ആ ഒരു ചെറിയൊരു പള്ളി പോലത്തൊരു സംഭവം. ഇവിടെ പണ്ട് വെള്ളം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് മുട്ടിട്ട് ഇങ്ങനെ ഇടിച്ചു, ആ സമയത്ത് ഇവിടെ വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് വെള്ളം പണ്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആ ഒരു സൈഡിൽ നിന്നാണ് എടുക്കുന്നത്, ആ ഒരു ഭാഗത്തു നിന്ന്. പക്ഷേ ഈ ഭാഗത്തു നിന്ന് പണ്ട് വെള്ളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞുതരാം.
ഗൈസ് അങ്ങനെ ഞങ്ങൾ മുട്ടിയിടിച്ചാൻ പാറയിൽ നിന്നും ആ ഒരു പള്ളിയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. ഇനി ഇതാ പശുക്കളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അതേ കാണുന്നതാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇതാണ് വട്ടക്കോട്ട. അപ്പോൾ ആദ്യം നമ്മൾ പോകേണ്ടത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താലേ കയറ്റി വിടത്തുള്ളൂ. ടിക്കറ്റ് 25 രൂപ നിരക്കാണ് ടിക്കറ്റ്. അപ്പോൾ ഞാനും ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. കൈസ് ഇതാണ് ടിക്കറ്റ്. ടിക്കറ്റിൻ്റെ ബാക്കല്ല ഫ്രണ്ട്. കൈസ് ഇതാണ് ടിക്കറ്റ്. ഈ ടിക്കറ്റ് മേടിച്ചാണ് നമ്മൾ ഇനി അകത്തേക്ക് പോകുന്നത്. ഓക്കെ. ഹലോ ഗൈസ്, ഇവിടെ നമുക്ക് പുരാതന അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അകത്ത് കയറി കാണാം. അതിൽ പുരാതന സ്ഥലങ്ങളും പിന്നെ കുറച്ച് പാറകളും അങ്ങനത്തെ കുറച്ച് അൺനോൺ പ്ലേസസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്തിൽ എന്തെങ്കിലും നമ്മൾ നശിപ്പിച്ച 1 ലക്ഷം രൂപയല്ലേ എപ്പോഴാ അങ്ങനെയാണ് പറയുന്നത്. ജയിൽ ശിക്ഷയുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു വൈബ് മാത്രം വൈബ് അടിച്ച് പോവുക. സോ ഈ കാണുന്നതാണ് ഈ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതൊരു കോട്ട മാത്രമാണ്. പക്ഷെ ഇവിടെ ഒരു സർപ്രൈസ് ആയിട്ടൊരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് അറിയാവോ? എനിക്കറിയില്ല. ഞാൻ പറയാം. അതാണ് ഗൈസ് കാണിക്കാൻ പോകുന്നത്. ഇത് ഈ കാണുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പുരാതനമായിട്ടുള്ള പണ്ടത്തെ രാജാക്കന്മാരുടെ അതായത് അവരാ താമസിച്ചിരുന്ന സ്ഥലം എന്നൊക്കെയാണ് പറയണത്. പിന്നെ അവിടുത്തെ അവശിഷ്ടങ്ങളും ഇവിടെ അവശിഷ്ടം എന്ന് ഉദ്ദേശിക്കുന്ന പാറയും ഇവിടുത്തെ പണ്ടത്തെ ശില്പം എന്ന് പറയാൻ പറ്റൂല, പീസായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ പകത്ത് കയറിയപ്പോൾ അത് ക്ലിയർ ആയിട്ട് കണ്ട, അല്ലാതെ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് മേലോട്ടുള്ള കാഴ്ചകൾ കാണാം. പിന്നെ കുറച്ച് സൈഡ് മാത്രം ശരിക്കും പറഞ്ഞാൽ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ കൊള്ളാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഗൈസ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ രാജഭരണ കാലങ്ങളിൽ ഒരു സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തൊരു സാധനമാണിത്. ഗൈസ് ഓക്കെ, അതെ, വലിയ പീക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മറ്റേ നമ്മൾ അരവൽമൊഴിയിൽ പോയിട്ടുള്ള വീഡിയോയിലുണ്ട്, മറ്റേ കാറ്റാടി. അത് 1-2 അവിടെ കാണാൻ പറ്റും. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ സർപ്രൈസ് ഉണ്ടെന്നോടാ. അപ്പോൾ നമുക്ക് ഇതിനെ മേളിൽ കയറി കഴിഞ്ഞാൽ, ഇവിടെ മേളിൽ കയറി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കടലും ബാക്കി പയ്യന്മാരോടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന വൈബും ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൂർണ്ണമായിട്ട് ഈ ഫുൾ സൈഡ് കെട്ടിയിട്ട് ഇവിടെ അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് രാജാക്കന്മാർ കെട്ടിയിരുന്നത് മെയിനായിട്ട്. അപ്പുറത്തുനിന്ന് ഉള്ള സൈന്യക്കാരും ഇപ്പുറത്തുള്ള സൈന്യക്കാരും അടിയൊക്കെ ആവാതിരിക്കാനും ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത്. അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിലെ കുറച്ച് ഭാഗം ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കടലിലേക്ക് ഇറക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗൈസ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ കോട്ടയുടെ മേൽഭാഗമാണ്. ഇവിടത്തെ നടക്കാം. അപ്പോൾ നടക്കണം. താഴെ വീണാൽ നല്ല പാറയാണ്, തലയിൽക്കത്തിന് അടിച്ചിറങ്ങി. ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അങ്ങ് ദൂരെ കണ്ടാണ് വെട്ടിപ്പോകുന്നത്. ഗൈസ് അപ്പം നമ്മുടെ ഹോക്കി ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഹോക്കിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞു ഗൈസ്. ഇവിടെ നിന്നിട്ട് മീൻസ് ഇവിടെ നേരെ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ കടലും പാറകളും. ഹോക്കിക്ക് പേടി വന്നുകൊണ്ടാണ് ഗൈസ് ഹോക്കി താഴെ ഇറങ്ങി. എന്താ ചെയ്യാനാണ് ഗൈസ്. അപ്പം ഇവിടുത്തെ വൈബ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പം നമ്മളിനി അടുത്ത് പോകുന്നത് ഞാനിപ്പം പറയുന്നില്ല, നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ഗൈസ്. അപ്പം ഈ കാണുന്നതാണ് വട്ടക്കോട്ടയുടെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെയാണെങ്കിൽ നമുക്ക് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ സമയം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ടൈമൊക്കെ അൺലിമിറ്റഡ് ആണ്. പക്ഷേ എന്താണ് നിനക്ക് തോന്നിയത്? ഓക്കേക്ക് തോന്നിയത് എന്താ? അതായത് അൺലിമിറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. 8 മണി മുതൽ 6 മണി വരെ അൺലിമിറ്റഡ്. അതല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനാണെങ്കിൽ വന്നാൽ ഓക്കെ. കപ്പിൾസ് ആയിട്ട് വരാം, ഫ്രണ്ട്സ് ആയിട്ട് വരാം, ഫാമിലി ആയിട്ട് വരാം, ഓക്കെയാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയ്ക്ക് വാല്യൂ ആണെന്ന് വെച്ചാൽ ഒരാൾക്ക് വാല്യൂ ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ വരിക, ഇരിക്കണമെങ്കിൽ അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാം. അവിടെ നിന്ന് കടല് പീസ്ഫുൾ ആയിട്ട് ബാക്ക് ചെയ്യാം അല്ലടാ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഗൈസ് ടൈമായി വരുന്നുണ്ട്. ഇവിടെ മറ്റേ അലാറത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഇതാണ് നമുക്കൊരു ഹിസ്റ്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അല്ലാതെ വേറെ ആണെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയാണ്. നമുക്കിപ്പോൾ 50 രൂപ നമ്മൾ നേരത്തെ കൂപ്പൺ കാണിച്ചതല്ല, അതിനുള്ള വാല്യൂബിൾ ആയിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റി അത്ര തന്നെ. അല്ലാതെ വേറെ ആയിട്ട് വലുതായിട്ട് പറയാനില്ല. ഗൈസ് അപ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കന്യാകുമാരിയിലേക്കാണ്. നമ്മുടെ സ്വന്തം കന്യാകുമാരിയിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത് ഞങ്ങൾ. 6000 രൂപ വരും. കുറയൂലേ? അത് പറ്റൂല. ഞാൻ അത് വാങ്ങിച്ചത് 50 രൂപ. ഗൈസ് ഫുള്ള് ബാർഗനിങ് ആണ് ഗൈസ്. ഉത്സവത്തിൽ നിന്ന് 5 രൂപയ്ക്ക് വാങ്ങിച്ച 10 രൂപയ്ക്ക് വാങ്ങിച്ചത്. ഓ CRP പോലീസ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ കടലിലുള്ള ശംഖുകളാണ്. ഈ ശംഖ് വെറൈറ്റി ആയിട്ട് ഇതെല്ലാം നമ്മുടെ കന്യാകുമാരിയിൽ എടുത്തതാണ് കേട്ടോ. ഇവർ പറഞ്ഞായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കുന്നുണ്ട്. അവർ പൈസ കൊടുത്താൽ മേടിച്ചിട്ട് അവർ ഓരോ ഡിസൈനിൽ നമ്മൾ വീട്ടിലൊക്കെ ഡെക്കറേഷൻസ് മറ്റുള്ള കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിക്ക് ഉള്ള ഡിസൈൻസൊക്കെ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതെല്ലാം അവരുടെ ആർട്ട് വർക്കാണ്. നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ എന്താ പറയുക, നമുക്കിങ്ങനെ നല്ല രസമാണ് എല്ലാം കാണുന്നില്ല. സ്പൈസിന്റെ കടയിലാണ് നിൽക്കുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു. ഗൈസ് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മൾ ജീരകം, ഇതാണ് ഗ്രാമ്പു, ഇതൊക്കെ ഓരോ ഗൈസ്. ഇത് ജാതിക്കയുടെ ഇതാണ്, ഇതൊക്കെയാണ്. ഇത് നമ്മുടെ കുരുമുളക്, ഏലം, ഫുള്ള് ഇതൊരു പാക്കറ്റാണ്. ഈ ഒരു പാക്കറ്റ് 100 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. നമ്മുടെ നമ്മുടെ കടയുടെ പേരെന്ന് പറയുമ്പം രമ്യ സ്പൈസസ് എന്നാണ് പറയുന്നത്. എത്ര ഏട്ടാ? 1 കിലോ ആണോ? അര കിലോ. ശർക്കരയൊക്കെ റേറ്റ് എത്ര വരുന്നത്? 700. കാണുന്നത് കണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കന്യാകുമാരിയിലോട്ട് ഇറങ്ങുന്നത്. ഇതെന്ത് സംഭവമാണ് നിങ്ങൾ മനസ്സിലായോ? നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ തോഴിക്കുന്നുണ്ടല്ലോ. ഞാനും അത്യാവശ്യം പോയി, ഞങ്ങൾ രണ്ടുപേരും. സത്യം പറഞ്ഞാൽ ഇത് മറ്റേ പൊട്ടാറ്റോ ആണ്. അത് ഉരുളക്കിഴങ്ങില്ലേ, അതിനെ അവരുടെ സ്ലൈസ് മെഷീനാണ്. അത് നിങ്ങളിപ്പോൾ എന്തായാലും കാണിച്ചത്. അതിലിട്ടിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതേ ഷേപ്പിലെടുത്തിട്ട് അതിനെ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് അതിന് മുന്നേ കുറച്ച് മുളകും അടന്ന മസാലയുണ്ട്. സോ ഇതും കൂടെ ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ആ തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് ആ സാധനം അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കും. എൻ്റെ പൊന്ന് കഴിച്ച് ഒന്നും പറയണം, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചില്ല, പക്ഷെ കഴിച്ചവർ പറഞ്ഞത് മനസ്സിലാവും. ഓക്കെ, നിങ്ങളിപ്പോൾ കാണിച്ചു തരാം സംഭവം എങ്ങനെയാണ് ആ ഒരു സംഭവം വർക്ക് ചെയ്യുന്നതിന്. അത് അതിനോട് ഇങ്ങനെ കയറ്റിയതിന് ശേഷം നമ്മൾ നല്ല ഫിക്സ് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് ഫാസ്റ്റ് അങ്ങോട്ട് റോൾ ചെയ്യുമ്പോൾ വേറെ ഒന്നുമില്ല. അത് ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത പീസാണ്. പിന്നെ അതിനെ അങ്ങോട്ട് എടുത്തിട്ട് എന്താ പറയുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധനം റെഡി.
ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിവേകാനന്ദ പാർക്ക്. നമുക്കിവിടെ ഇന്ന് പോകാൻ പറ്റുന്ന കാര്യം ബോട്ടിൻ്റെ ടൈമിംഗ് ആയിട്ട്. അതുപോലെ നമ്മളിന്ന് ഇവിടെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നമുക്ക് അപ്പോഴത്തെ ബോട്ടിങ് ഒരു 5 മണി വരെ 5:30 വരെ കാണത്തുള്ളൂ. നമ്മൾ ചോദിച്ചായിരുന്നു, പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലൈഫ് കാര്യങ്ങൾ നൈസ് വൈബും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഓരോ കന്യാകുമാരി പീപ്പിൾസിൻ്റെ ലൈഫും നമ്മളിടും ഇവിടുത്തെ ഉള്ളവർ. പിന്നെ അതല്ലാതെ അവിടുത്തെ സൺസെറ്റാണ് നമ്മളിപ്പോൾ മെയിൻ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. ഗൈസ് ഇതെങ്ങനെയുണ്ട് സാധനം? വേറെ ലെവലാണ് കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കന്യാകുമാരി വരുമ്പോൾ നമ്മൾ അകത്തോട്ട് നമ്മൾ കടലിൻ്റെ ആ ഭാഗത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ റോഡ് സൈഡിൽ ഉണ്ടാകുന്ന സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നല്ല സ്പൈസ് സംഭവമാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. ഓക്കെ, വിശന്ന് നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൽ വേറൊരു വെറൈറ്റിയും കൂടി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് അത് സെറ്റാക്കി തരും. ഓ ഗൈസ്, അടിപൊളി എന്നാണ് പറഞ്ഞത്, സൂപ്പറാണ്. പറയട്ടോ നമ്മളിപ്പോൾ ഈ ഷോപ്പിൽ കയറിയിട്ട് നമ്മുടെ അവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് ഇവിടെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ മന്തി ഇപ്പം എത്ര ഫോണിൽ എനിക്ക് ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം മന്തി മേടിക്കാതെ അൽഫാമും അതുപോലെ പൊറോട്ടയും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ക്വാളിറ്റിയാണ്, കഴിച്ചു നോക്കിയാണ്. എന്താണെന്ന് ഓക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് കുസൈനിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമ്മൾ മന്തിയാണ് ആദ്യം ഓർഡർ ചെയ്തിരുന്നത്, പിന്നെ അത് ക്യാൻസലാക്കി. നമുക്ക് ഫുഡ് വേറെ ഇത്തിരി മന്തി നമ്മൾ ഫുള്ള് കഴിച്ചില്ലാന്ന് ചോദിച്ചാൽ അത് ക്യാൻസലാക്കി. ഇതൊരു നല്ല മൾട്ടി റെസ്റ്റോറൻ്റാണ്. നമ്മൾ പിന്നെ അൽഫാമും 6 പൊറോട്ടയാണ് വാങ്ങിച്ചത്. പിന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസമാണ് പ്ലാൻ ചെയ്ത ട്രിപ്പ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ കന്യാകുമാരിയിൽ അവിടുത്തെ പീപ്പിൾസിൻ്റെ ലൈഫും ഭയങ്കര അവരുടെ സ്റ്റോറീസൊക്കെ നമ്മൾ കുറച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കാനാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് പരിപാടി? ഇവിടെ നമ്മൾ ലെമൺ ടീ വിളിയാണ്. എങ്ങനെയുണ്ട്? പൊളിയാണോ? പറഞ്ഞോ കേട്ടോ. എത്ര നാളുണ്ടായിരിക്കും കട തുടങ്ങി? 3 വർഷം. സ്പെഷ്യൽ ടീ ടീ സ്പെഷ്യലാണ്. ലെമൺ ടീ അപ്പോഴേക്കും ഫേമസ് ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം നല്ല ഗൈസ്, ഞാനും റിയോ ഇന്നലെ വന്നിവിടെ കുടിച്ചായിരുന്നു. എൻ്റെ സ്പെഷ്യൽ നല്ലൊരു ഐറ്റം ആയതുകൊണ്ടാണ് നമ്മളിത് ഇതിൽ പറയാമെന്ന് വിചാരിച്ചത്. കാരണം എല്ലാവരും വരണമെങ്കിൽ മാർത്താണ്ഡ റൂട്ടിൽ അല്ലേടാ. ഓക്കെ, എന്തായാലും ഇതിനകത്ത് ലെമണും പിന്നെ നോർമൽ ഷുഗർ, തേയിലപ്പൊടി, പിന്നെ തുളസി അല്ലേടാ, അതാണെന്നാണ് ആഡ്. അവരടുത്ത് കണ്ടന്റ് ചോദിച്ചിട്ട് അവർ നേരെ പറഞ്ഞില്ല, കാരണം അവർ മിക്സിങ് അല്ലേ. പിന്നെ എല്ലാവരും ഇവിടെ വന്ന് ഈ സ്പോട്ട് ഞാൻ എന്തായാലും നമ്മൾ വീഡിയോയിൽ പറയും. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു നല്ല ടീയാണ്. ഓക്കെ, ട്രാവലിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആൻഡ് മേക്കിംഗ് മെമ്മറീസ്. പെയിൻസ് മാറ്റും, നമ്മുടെ വേദനകൾ മാറ്റും, പിന്നെ നമ്മുടെ മനസ്സിനൊക്കെ ജസ്റ്റ് ഹീൽ, സമാധാനപ്പെടുത്തും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.